നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ട്. ആറ്റുകാൽ ക്ഷേത്രനടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യ മലനിരകളിൽ നിന്നും പ്ലാവിള ഉന്നതിയിൽ നിന്നും ഏകദേശം 26ഓളം പേർ ഇന്നിവിടെ ആറ്റുകാൽ അമ്മയുടെ തിരുനടയിൽ എത്തിയിരിക്കുകയാണ്. പ്ലാവിള ഉന്നതിയിലെ പ്രിയ സഹോദരൻ വില്യാൻ ഗാണിയും അവരുടെ കുടുംബവും, വില്യാൻ ഗാണിയുടെ സഹോദരി ദേവിയുടെ മകളുടെ കുട്ടിക്ക് തുലാഭാരം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആറ്റുകാൽ നടയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം ഇവരുടെ യാത്രയ്ക്കൊപ്പം ഞങ്ങളും കൂടെയുണ്ട്. അവരുടെ അഭ്യർത്ഥന പ്രകാരം ആറ്റുകാൽ ദേവീക്ഷേത്ര നടയിൽ തുലാഭാരം നടത്തുന്നു. അതിനുശേഷം മണ്ടയ്ക്കാട് പോയി അവിടെ നേർച്ചയുണ്ട്. തിരിച്ച് കന്യാകുമാരി. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പിലാണ് ഇന്ന് അവർക്കൊപ്പം ഞങ്ങളും കൂടെയുണ്ട്. ഇനി കുറച്ച് കാഴ്ചകൾ ഇവർക്കൊപ്പമായിരിക്കും. ആദ്യമായി ആറ്റുകാൽ ക്ഷേത്രനടയിൽ ഈ കുഞ്ഞിൻ്റെ തുലാഭാരവും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തുലാഭാരം ശർക്കര കൊണ്ടാണ് തുലാഭാരം. എന്തായിരുന്നു നേർച്ച? കാരണം എന്താ? അവനെ പ്രസവിച്ചപ്പോഴത്തേക്ക് അവര് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് 3 ദിവസം വരെ പ്രസവാടിലായിരുന്നു. അപ്പൊ അങ്ങനെ നേർന്നു സുഖപ്രസവാർന്നെങ്കിൽ അവിടെ തുലാഭാരം തുപ്പാൻ അങ്ങനെ അമ്മേരെ നടയിൽ കൊണ്ട് ഒരു നേർച്ച. തുലാഭാരം തന്നെയാണോ? അല്ല, ശർക്കരയല്ല. ഞാൻ കൊല കൊണ്ട് തുലാഭാരം തുപ്പാൻ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് കൊല കുറവാണ്, ശർക്കര വെച്ച് തൂക്കാൻ. കുഞ്ഞിന്റെ അച്ഛനെന്താ പറയുക? സന്തോഷമുണ്ട്. മോന്റെ കാര്യമുണ്ട്. അമ്മയുടെ നട വന്നതല്ലേ. ഇവിടെ നിന്ന് അടുത്ത് പോകുന്ന മണ്ടയ്ക്കാട്. അമ്മയ്ക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് കുഞ്ഞിന്റെ അമ്മയ്ക്ക്. എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ വനപ്പുള്ളിൽ നിന്ന് എല്ലാവരും വന്നിരിക്കുന്നത്. എത്ര പേരാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ 24 പേര്. എല്ലാവരും കുടുംബക്കാരാണ്. ഇന്ന് ദിവസം നമ്മൾ ഭക്തി മാർഗത്തിൽ പോയാൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നാലും ഞാൻ കൊണ്ടുവന്നതിനെ കൊണ്ട് ചോറ് കൊടുക്കും. അതിന് പിന്നെ ചോറ് കൊടുക്കുന്നു. മനുവിന്റെ കൊച്ചിന്റെ ചോറ് കൊടുക്കുന്നു. അവളെ ആവാരം ഉണ്ടായിരുന്നു. കുടിപ്പണം വാരി അത് നമ്മൾ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കടയിൽ വെച്ച് അവളെ കൊള്ളിപ്പിച്ചത് വാരിപ്പിച്ചത്. ഇവിടെ ആറ്റുകാലിൽ കുഞ്ഞിൻ്റെ തുലാഭാരം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അകത്ത് ക്യാമറ ഫോണിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് വിഷ്വൽസും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരാൾക്ക് മാത്രമേ അലൗഡ് ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയൊരു വിഷ്വൽസാണ് ഇതിൻ്റെ കൂടെ കാണിച്ചത്.
അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.